ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട്. അപ്പം വി മുരളീധരനാണെങ്കിലും കൃഷ്ണദാസ് ആണെങ്കിലും സുരേന്ദ്രനാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ, ഇങ്ങനെ ഒരുപാട് നേതാക്കളുണ്ട്. ഇവരെയൊക്കെ മാനേജ് ചെയ്യാൻ എങ്ങനെ കഴിയും? ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള പവർഫുൾ ആയിട്ടുള്ള ഇവരെ ഒരുമിപ്പിച്ച് നിർത്താനൊക്കെ അങ്ങനെ എനിക്ക് മാനേജ് ചെയ്യാൻ ഒരു നീഡ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ബിക്കോസ് ഇതൊരു കോമൺ ഗോളല്ലേ. നമ്മൾ ചെയ്യാൻ പോകുന്നത് BJP മുമ്പോട്ട് കൊണ്ടുപോകാനും ഇവിടെ അധികാരത്തിലെത്തുന്ന പറഞ്ഞ ഒരു എല്ലാവർക്കും ഒരു വേണ്ടപ്പെട്ട ഒരു ഗോളല്ലേ, ഒരു ലക്ഷ്യമല്ലേ. ഇത് എന്നോട് ഷാജു മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്, ഇന്നലെ മുഴുവൻ 10 ആൾക്കാർ എന്നോട് ചോദിച്ചത് നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം ആരും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും നന്നായി കോഓപ്പറേറ്റ് ചെയ്ത് എൻ്റെ മനസ്സിലുള്ള ഒരു ദൗത്യം ഞാൻ പറയുന്നത് എല്ലാവരും എഗ്രി ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ എനിക്ക് ഒരു നെഗറ്റിവിറ്റിയും ആരുടെ അടുത്തുനിന്നും കിട്ടിയിട്ടില്ല, ഞാൻ കേട്ടിട്ടുമില്ല, ഫീലും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും എന്നോട് പറയുമ്പോൾ ഞാനിപ്പോൾ രാവിലെ ഇത് ഇന്നാണോ വരാൻ പോകുന്നത്, നാളെയാണോ വരാൻ പോകുന്നത്, ബട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്ങോ സസ്പിഷനോ ഒരു ഡൗട്ടോ ഇല്ല. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. ഞാൻ നരേന്ദ്രമോദിജിയും ഇവരെല്ലാവരും ഈ പേരെടുത്ത എല്ലാവരും നരേന്ദ്രമോദിജിന്ന് പഠിച്ച് ഞങ്ങളുടെ രാഷ്ട്രം എന്ന് പറഞ്ഞ ഒരു നേഷൻ ബിൽഡിംഗ് സ്റ്റേറ്റ് ബിൽഡിംഗ് രാഷ്ട്രമാണ്. ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഞങ്ങൾ എല്ലാവരും എപ്പോഴും എഗ്രി ചെയ്യണമെന്ന് അങ്ങനെ ഒരു കമ്പൾഷൻ ഒന്നുമില്ല. ഞാൻ ചിലപ്പോൾ പറയുന്നത് അത് ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ചിലപ്പോൾ ഒരു പേഴ്സൺ എ ഓ പേഴ്സൺ ബി അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ തയ്യാറാണ്. അതിൻ്റെ ഡിബേറ്റും ഡിസ്കഷനാണ് ഞങ്ങളെ പാർട്ടീൻ്റെ ഒരു സ്ട്രെങ്ത്. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ എഗ്രി ചെയ്യുന്നോ വി മുരളീധരൻ എഗ്രി ചെയ്യുന്നോ, എല്ലാം വി മുരളീധരൻ പറഞ്ഞത് ഞാൻ യെസ് എന്ന് പറയുന്നു, അങ്ങനെ അല്ല. നമ്മുടെ സിസ്റ്റം അങ്ങനെയല്ല. നമ്മളൊരു ഐഡിയ കൊടുക്കും, അതിന് ഒരു ഡിബേറ്റ് ഉണ്ടാവും. നമ്മളെല്ലാം ഡിബേറ്റ് ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റയായിട്ട് വി വിൽ പെർസ്യൂ ഇറ്റ്.